ഫിലിപ്പീൻസിന്റെ തെക്കൻ മേഖലയെ ഞെട്ടിച്ച് ശക്തമായ ഭൂചലനം. ഭൂചലനത്തിൽ 3 പേർ മരിച്ചെന്നാണ് സ്ഥിരീകരണം. കൂടാതെ നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. റിക്ടർ സ്കെയിലിൽ 7.8 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിൽ വ്യാപകമായി വൈദ്യുതി ബന്ധം തകരാറിലാവുകയും ആളുകൾ വീടുകളിൽ നിന്ന് പുറത്തേക്കിറങ്ങി ഓടുകയും ചെയ്തു. ഏകദേശം 40ഓളം കെട്ടിടങ്ങൾ തകർന്നതായാണ് നിലവിലെ റിപ്പോർട്ട്. മിൻഡനാവോ ദ്വീപിൽ സാൻഡ്രോസ് നഗരത്തിന് 13 കിലോമീറ്റർ തെക്കു പടിഞ്ഞാറായി ഭൂമിയുടെ 10 കിലോമീറ്റർ ഉള്ളിലാണ് പ്രഭവകേന്ദ്രം. പ്രാദേശിക സമയം രാവിലെ 7:37, അതായത് ഇന്ത്യൻ സമയം രാവിലെ 5:07 ഭൂചലനം. തീരപ്രദേശത്തുള്ളവർക്ക് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കൂടാതെ ജനങ്ങളോട് ഉയരം കൂടിയ പ്രദേശങ്ങളിലേക്ക് മാറാനോ കൂടുതൽ ഉൾനാടുകളിലേക്ക് പോകാനോ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഫിലിപ്പീൻസ്, ഇന്തോനേഷ്യ, തായ്വാൻ, പലാവു, പപ്പുവ ന്യൂഗിനി തുടങ്ങിയ രാജ്യങ്ങളിലെ തീരപ്രദേശങ്ങളിൽ പസഫിക് സുനാമി മുന്നറിയിപ്പ് കേന്ദ്രം ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. 3 മീറ്റർ വരെ ഉയരത്തിലുള്ള തിരമാലകൾ ഫിലിപ്പീൻസിലെ ചില ഭാഗങ്ങളിൽ ഉണ്ടാകാമെന്നാണ് മുന്നറിയിപ്പ്. ഫിലിപ്പീൻസിലെ ജനറൽ സാൻഡ്രോസ് നഗരത്തിൽ കെട്ടിടത്തിന്റെ ഒരു ഭാഗം തകർന്നു വീണു. സ്കൂളുകൾ തുറന്ന ആദ്യ ദിവസമായതിനാൽ വിദ്യാർത്ഥികളെ അടിയന്തരമായി ഒഴിപ്പിച്ചു. ഒരാശുപത്രിയിലെ രോഗികളെ മുഴുവൻ തുറസായ സ്ഥലത്തേക്ക് മാറ്റി. പലയിടത്തും വൈദ്യുതി ബന്ധം പൂർണ്ണമായി വിച്ഛേദിക്കപ്പെട്ടു. മലേഷ്യ, ഇന്തോനേഷ്യ എന്നീ രാജ്യങ്ങളിൽ 1 മീറ്റർ ഉയരത്തിലാകും സുനാമി തിരമാലകൾ ഉണ്ടാകാൻ സാധ്യത. ജപ്പാനിലും സുനാമി മുന്നറിയിപ്പുണ്ട്. ലോകത്തിലെ ഏറ്റവും അധികം ഭൂചലന സാധ്യതയുള്ള മേഖലയിലാണ് ഫിലിപ്പീൻസ് സ്ഥിതി ചെയ്യുന്നത്. ഭൂകമ്പങ്ങളും അഗ്നിപർവ്വത സ്ഫോടനങ്ങളും പതിവായ പസഫിക് റിംഗ് ഓഫ് ഫയറിലാണ് രാജ്യം നിലകൊള്ളുന്നത്. കൊടുങ്കാറ്റുകളും ഇവിടെ പതിവാണ്. ഇന്തോനേഷ്യയിലെ നോർത്ത് സുലവേസി, നോർത്ത് മലുഗു പ്രവിശ്യകളിലും ശക്തമായ പ്രകമ്പനം അനുഭവപ്പെട്ടു.